ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത് വഴുതിരിങ്ങ കൊണ്ടുള്ള റെസിപ്പിയാണ്. അതായത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതിന് ഞാനിവിടെ 2 വഴുതിരിങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് മതി കേട്ടോ. അതില്ലാതെയും ചെയ്യാം, സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ഒരു ചെറിയ സ്പൂണ് ഇഞ്ചിയും വെള്ളുള്ളി പേസ്റ്റാക്കിയതുണ്ട് ഇതിനകത്തും. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി, പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി. ഞാൻ കാശ്മീർ ചില്ലിയും എരിവുള്ളതും കൂടിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കുറച്ച് ഓയിൽ, ഞാനിപ്പോൾ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇട്ട് ഏറ്റവും നല്ല സ്മെല്ല് വരാൻ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പറയാൻ, ഞാൻ ടൈലറിങ്ങിൻ്റെ മാത്രമായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ അതും കൂടി സപ്പോർട്ടും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, കമൻറ്റും ചെയ്യണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇനി അടുത്തത് കുറച്ച് ഉപ്പിടുക, ആവശ്യത്തിന് നോക്കിയിട്ട്, നിങ്ങൾക്കറിയാലോ, ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ഈ അരച്ച് വെച്ച ഇതില്ല പേസ്റ്റും ഇതിലോട്ടേക്ക് ആഡ് ചെയ്യുക. പിന്നെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ച വഴുതിരിങ്ങ ഇട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. അത് മസാല ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. നല്ല ടേസ്റ്റാട്ടോ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. വെളിച്ചെണ്ണ കേട്ടോ, നല്ല വെളിച്ചെണ്ണയാകുമ്പോൾ കുറച്ചും കൂടി മണം വരും. ഓയിലായതുകൊണ്ട് മണം കുറവാണ്, അതിനാണ് കരിവേപ്പില ആഡ് ചെയ്തത്. ഇനി ഒരു ട്രേ എടുക്കുക, അതിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടുക. പിന്നെ ഇലയാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ഇത് ഈ നമ്മളെ വാഴ ഇലയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ഫാഷൻ ഫുഡിൻ്റെ ഇലയാണ്. അത് വാഴ ഇല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതുകൊണ്ട് തോരനൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇത്രയും മൂത്തതല്ല, ഏറ്റവും തിരിളില്ല, ചള്ള് തുടക്കമുള്ള ഇല, അത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വാഴ ഇല വാങ്ങിക്കാൻ പോകണ്ടേ, അപ്പോൾ ഇത് വീട്ടിലുണ്ട്, അതുകൊണ്ട് അതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി ഇത് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അങ്ങ് വേവിച്ചെടുക്കുക. ഓവൻ ഇല്ലാത്തൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോയിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ മറ്റേ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, മറക്കല്ലേ.